ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിന്റെ 27-ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് ക്യൂബ് ഓഫ് എ നമ്പർ ആണ്. ഒരു നമ്പറിന്റെ ക്യൂബ് എങ്ങനെ കണ്ടുപിടിക്കാം. ഇവിടെ 2 ഡിജിറ്റ് നമ്പറിന്റെ ഒരു മെത്തേഡാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 2 ഡിജിറ്റ് നമ്പറിന്റെ 10 മുതൽ 99 വരെയുള്ള നമ്പേഴ്സിന്റെ ക്യൂബ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ്. ഇപ്പൊ കാണുമ്പോൾ കുറച്ചൊരു കാൽക്കുലേഷൻ ഉണ്ട്, പക്ഷേ ഇതിലൂടെ അഡീഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് കുറച്ചുകൂടെ സിമ്പിൾ. ക്യൂബ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം, 3 തവണ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു വേദിക് മാത്സിൽ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നേരിട്ട് നമുക്ക് ട്രിക്കിലേക്ക് പോവാം. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന നമ്പേഴ്സിന്റെ ഒരു ഫോർമുലയാണ് ഡിജിറ്റ്, അതായത് ക്യൂബ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല. അപ്പൊ ഇവിടെ എ ബി ക്യൂബ്, അതായത് 2 ഡിജിറ്റ് നമ്പർ എ ബി എന്ന് പറയുന്ന ഒരു 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ അതിന്റെ ക്യൂബ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഫസ്റ്റ് എയുടെ ക്യൂബ് കണ്ടുപിടിക്കുന്നു, അത് കഴിഞ്ഞിട്ട് എ സ്ക്വയർ ഇൻറ്റു ബി ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് എ ബി സ്ക്വയർ ചെയ്യുന്നു, എ ഇൻറ്റു ബി സ്ക്വയർ, അത് കഴിഞ്ഞിട്ട് ബി ക്യൂബ് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ സെക്കൻഡും തേർഡും നമ്പർ എന്താണ് കിട്ടിയത് അതിന്റെ ഡബിൾ തൊട്ട് താഴെ എഴുതും. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് അവിടെ വെച്ചിട്ടോ എ ബി സ്ക്വയറിന്റെ ഡബിൾ താഴെ എഴുതുന്നു, എ സ്ക്വയർ ബിയുടെ ഡബിൾ താഴെ എഴുതുന്നു. ഇവിടെയൊക്കെ 2 ആണ് കിട്ടിയെങ്കിൽ ഇവിടെ 4 എഴുതുന്നു, ഇവിടെ 8 ആണെങ്കിൽ ഇവിടെ 16 എഴുതുന്നു. അതായത് ഇതിന്റെ ഡബിൾ താഴെ എഴുതുന്നു, തമ്മിൽ ആഡ് ചെയ്യുന്നു, ആൻസർ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള നമ്പർ എടുത്തിട്ട് ചെയ്യാം. ബാക്കിയുള്ള വലിയ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, അപ്പൊ കിട്ടും. ഇപ്പൊ 12 ക്യൂബ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ. 12ന്റെ ക്യൂബ് കണ്ടുപിടിക്കാം. അപ്പൊ 12ന്റെ ക്യൂബ് കണ്ടുപിടിക്കാൻ എ ബി ക്യൂബ് എഴുതിയതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം 1 ക്യൂബ് കണ്ടുപിടിക്കുന്നു. എ ക്യൂബ് ചെയ്തതുപോലെ 1 ക്യൂബ് കണ്ടുപിടിക്കുന്നു. 1 ക്യൂബ് എന്ന് പറയുന്നത് നമുക്കറിയാം 1 ആണ്. ഞാൻ ഇവിടെ സ്റ്റെപ്പ് വൈസ് തന്നെ എഴുതാം. 1 ക്യൂബ് എഴുതുന്നു, അത് കഴിഞ്ഞിട്ട് എഴുതേണ്ടത് 1 സ്ക്വയർ ഇൻറ്റു 2 ആണ്. അത് കഴിഞ്ഞിട്ട് 1 ഇൻറ്റു 2 സ്ക്വയർ ആണ്. ഓക്കെ, ഈ സ്റ്റെപ്പ് എഴുതിയിട്ട് ഞാൻ റൈസ് ചെയ്തിട്ട് നേരിട്ട് ആൻസറിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതുന്നത് 2 ക്യൂബ് ബി ക്യൂബ്. ഇനി ഇതിന്റെയൊക്കെ ഡബിൾ ആണ് താഴെ എഴുതേണ്ടത്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെയൊക്കെ ആൻസർ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ക്യൂബ് എന്ന് പറയുന്നത് 1, 1 സ്ക്വയർ ഇൻറ്റു 2 എന്ന് പറയുന്നത് നമുക്കറിയാം 2 തന്നെയാണ്. 1 ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, 4 തന്നെയാണ്. ഇനി 2 ക്യൂബ് നമുക്കറിയാവുന്നതാണ് 8 ആണ്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താ, സെക്കൻഡും തേർഡും നമ്പർ അല്ലെ, ആ 2 നമ്പറിന്റെയും ഡബിൾ കണ്ടുപിടിക്കും. ഓക്കെ, 4ന്റെ ഡബിൾ എന്ന് പറയുന്നത് 4 8 ആണ്. 2ന്റെ ഡബിൾ എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, സെക്കൻഡും തേർഡും നമ്പറിന്റെ ഡബിൾ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ബാക്കി ലാസ്റ്റും ഫസ്റ്റും നമ്പർ ഇവിടെ അതുപോലെ വെക്കാം. ഇനി ചെയ്യേണ്ടത് തമ്മിൽ ആഡ് ചെയ്യാണ്. അതായത് 8 അതുപോലെ എഴുതുന്നു. ഇനി 8 പ്ലസ് 4 ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താ, 8 പ്ലസ് 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 12 കിട്ടും. നമ്മൾ 2 മാത്രമേ എഴുതുള്ളൂ, ബാക്കിയുള്ള 1 ഇവിടെ എഴുതും. ഓക്കെ, അതായത് ഇവിടെ ആഡ് ചെയ്യണം. നമുക്ക് അഡീഷൻ ചെയ്യുമ്പോൾ അറിയാം, അവിടെ ബാക്കി വരുന്നത് എന്തായാലും ഒരു ഡിജിറ്റ് മാത്രമേ എഴുതുള്ളൂ, ബാക്കിയുള്ളത് നെക്സ്റ്റ് സ്റ്റെപ്പിലാണ്. 4 പ്ലസ് 2 6 ആണ്. 6 പ്ലസ് 1 7 കിട്ടും. അവിടെ വേറെ ബാലൻസ് ഒന്നുമില്ല, നേരിട്ട് 1 എഴുതി ആൻസർ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇപ്പൊ 12 ഇൻറ്റു 12 ഇൻറ്റു 12 ചെയ്യുന്നതിന് പകരം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ വലിയ മിസ്റ്റേക്കുകളൊന്നും വരാതെ തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ക്യൂബ് ഓഫ് എനി നമ്പർ 2 ഡിജിറ്റ് നമ്പർ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ട്രിക്കുമായി വരുന്നത് വരെ ബൈ. ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിന്റെ 27-ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് ക്യൂബ് ഓഫ് എ നമ്പർ ആണ്. ഒരു നമ്പറിന്റെ ക്യൂബ് എങ്ങനെ കണ്ടുപിടിക്കാം. ഇവിടെ 2 ഡിജിറ്റ് നമ്പറിന്റെ ഒരു മെത്തേഡാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 2 ഡിജിറ്റ് നമ്പറിന്റെ, അതായത് 10 മുതൽ 99 വരെയുള്ള നമ്പേഴ്സിന്റെ ക്യൂബ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ്.
ഇപ്പൊ കാണുമ്പോൾ കുറച്ചൊരു കാൽക്കുലേഷൻ ഉണ്ട്, പക്ഷേ ഇവിടെ അഡീഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് കുറച്ചുകൂടെ സിമ്പിൾ. ക്യൂബ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം, 3 തവണ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു വേദിക് മാത്സിൽ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നേരിട്ട് നമുക്ക് ട്രിക്കിലേക്ക് പോവാം. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന നമ്പേഴ്സിന്റെ ഒരു ഫോർമുലയാണ് ഡിജിറ്റ്, അതായത് ക്യൂബ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല. അപ്പൊ ഇവിടെ എ ബി ക്യൂബ്, അതായത് 2 ഡിജിറ്റ് നമ്പർ എ ബി എന്ന് പറയുന്ന ഒരു 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ അതിന്റെ ക്യൂബ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഫസ്റ്റ് എയുടെ ക്യൂബ് കണ്ടുപിടിക്കുന്നു, അത് കഴിഞ്ഞിട്ട് എ സ്ക്വയർ ഇൻറ്റു ബി ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് എ ബി സ്ക്വയർ ചെയ്യുന്നു, എ ഇൻറ്റു ബി സ്ക്വയർ, അത് കഴിഞ്ഞിട്ട് ബി ക്യൂബ് കണ്ടുപിടിക്കുക, അത് കഴിഞ്ഞിട്ട് ഈ സെക്കൻഡും തേർഡും നമ്പർ എന്താണോ കിട്ടിയത് അതിന്റെ ഡബിള് തൊട്ട് താഴെ എഴുതും. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് അവിടെ വെച്ചിട്ടോ എ ബി സ്ക്വയറിന്റെ ഡബിൾ താഴെ എഴുതുന്നു, എ സ്ക്വയർ ബിയുടെ ഡബിൾ താഴെ എഴുതുന്നു. ഇവിടെ ഇപ്പൊ 2 ആണ് കിട്ടിയെങ്കിൽ ഇവിടെ 4 എഴുതുന്നു, ഇവിടെ 8 ആണെങ്കിൽ ഇവിടെ 16 എഴുതുന്നു. അതായത് ഇതിന്റെ ഡബിൾ താഴെ എഴുതുന്നു, തമ്മിൽ ആഡ് ചെയ്യുന്നു, ആൻസർ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള നമ്പർ എടുത്തിട്ട് ചെയ്യാം. ബാക്കിയുള്ള വലിയ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, അപ്പൊ കിട്ടും. ഇപ്പൊ 12 ക്യൂബ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ, 12ന്റെ ക്യൂബ് കണ്ടുപിടിക്കാം. അപ്പൊ 12ന്റെ ക്യൂബ് കണ്ടുപിടിക്കാൻ എ ബി ക്യൂബ് എഴുതിയതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം 1 ക്യൂബ് കണ്ടുപിടിക്കുന്നു, എ ക്യൂബ് ചെയ്തതുപോലെ 1 ക്യൂബ് കണ്ടുപിടിക്കുന്നു. 1 ക്യൂബ് എന്ന് പറയുന്നത് നമുക്കറിയാം 1 ആണ്. ഞാനിവിടെ സ്റ്റെപ്പ് വൈസ് തന്നെ എഴുതാം. 1 ക്യൂബ് എഴുതുന്നു, അത് കഴിഞ്ഞിട്ട് എഴുതേണ്ടത് 1 സ്ക്വയർ ഇൻറ്റു 2 ആണ്, അത് കഴിഞ്ഞിട്ട് 1 ഇൻറ്റു 2 സ്ക്വയർ ആണ്. ഓക്കെ, ഈ സ്റ്റെപ്പ് എഴുതിയിട്ട് ഞാൻ റൈസ് ചെയ്തിട്ട് നേരിട്ട് ആൻസറിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതുന്നത് 2 ക്യൂബ് ബി ക്യൂബ്. ഇനി ഇതിന്റെയൊക്കെ ഡബിൾ ആണ് താഴെ എഴുതേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെയൊക്കെ ആൻസർ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ക്യൂബ് എന്ന് പറയുന്നത് 1, 1 സ്ക്വയർ ഇൻറ്റു 2 എന്ന് പറയുന്നത് നമുക്കറിയാം 2 തന്നെയാണ്, 1 ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, 4 തന്നെയാണ്. ഇനി 2 ക്യൂബ് നമുക്കറിയാവുന്നതാണ് 8 ആണ്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താ, സെക്കൻഡും തേർഡും നമ്പർ അല്ലെ, ആ 2 നമ്പറിന്റെയും ഡബിൾ കണ്ടുപിടിക്കും. ഓക്കെ, 4ന്റെ ഡബിൾ എന്ന് പറയുന്നത് 4 8 ആണ്, 2ന്റെ ഡബിൾ എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, സെക്കൻഡും തേർഡും നമ്പറിന്റെ ഡബിൾ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ബാക്കി ലാസ്റ്റും ഫസ്റ്റും നമ്പർ ഇവിടെ അതുപോലെ വെക്കാം. ഇനി ചെയ്യേണ്ടത് തമ്മിൽ ആഡ് ചെയ്യാണ്. അതായത് 8 അതുപോലെ എഴുതുന്നു. ഇനി 8+4 ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താ, 8+4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 12 കിട്ടും. നമ്മൾ 2 മാത്രമേ എഴുതുള്ളൂ, ബാക്കിയുള്ള 1 ഇവിടെ എഴുതും. ഓക്കെ, അതായത് ഇവിടെ ആഡ് ചെയ്യണം. നമുക്ക് അഡീഷൻ ചെയ്യുമ്പോൾ അറിയാം, ഇവിടെ ബാക്കി വരുന്നത് എന്തായാലും ഒരു ഡിജിറ്റ് മാത്രമേ എഴുതുള്ളൂ, ബാക്കിയുള്ളത് നെക്സ്റ്റ് സ്റ്റെപ്പിലാണ്. 4+2 6 ആണ്, 6+1 7 കിട്ടും. അവിടെ വേറെ ബാലൻസ് ഒന്നുമില്ല, നേരിട്ട് 1 എഴുതി ആൻസർ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇപ്പൊ 12 ഇൻറ്റു 12 ഇൻറ്റു 12 ചെയ്യുന്നതിന് പകരം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ വലിയ മിസ്റ്റേക്കുകളൊന്നും വരാതെ തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ക്യൂബ് ഓഫ് എനി നമ്പർ 2 ഡിജിറ്റ് നമ്പർ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ട്രിക്കുമായി വരുന്നത് വരെ ബൈ.